ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. നമുക്ക് ഇപ്രകാരം ഈ പ്രഭാതത്തിങ്കൽ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസം നാം പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്നാണ് ചില ചിന്തകൾ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇന്ന് നമുക്ക് അതിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് നോക്കാം. 17 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: പിന്നെ മോശ തൻ്റെ അമ്മായപ്പനായ യിത്രോവിൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, ഞാൻ പുറപ്പെട്ട് മിസ്രയീമിലെ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവർ ജീവനോടിരിക്കുന്നുവോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. യിത്രോ മോശയോട്, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. ഇവിടെ നാം കാണുന്നത് ഈ 18-ാമത്തെ വാക്യം മുതൽ അവസാന വാക്യം വരെ മോസസ് ലീവ്സ് മിദ്യാൻ ഗോസ് ടു ഈജിപ്റ്റ്. മോശ മിദ്യാൻ ദേശം വിട്ടിട്ട് മിസ്രയീമിലേക്ക് പോകുന്ന യാത്രയുടെ വിവരണമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല, ഇതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ മോസസ് ആസ്ക്ഡ് പെർമിഷൻ ഫ്രം ഹിസ് ഫാദർ ഇൻ ലോ ജിത്രോ ടു ഗോ ടു ദ ഈജിപ്റ്റ്. മോശ തൻ്റെ അമ്മായപ്പനായിരിക്കുന്ന യിത്രോയോട് ചെന്ന് കാര്യങ്ങൾ പറയുകയും മിസ്രയീമിലേക്ക് പോകുവാനായിട്ടുള്ളതായ അനുവാദം വാങ്ങിക്കുകയുമാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റൊരു വാക്യത്തിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 18 മുതൽ 23 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ത്രൂ ഫെയ്ത്ത് നെവർ ഫിയർ വെൻ യു ആർ ഡൂയിങ് ഗോഡ്സ് വിൽ. വിശ്വാസത്തോടുകൂടെ നാം ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ ഹിതം നാം പ്രവർത്തിക്കുമ്പോൾ അതിൽ നാം ഭയപ്പെടുന്നവരായിരിക്കരുത് എന്നാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. 18-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് മോസസ് ഫെയിലുവർ ടു ടെൽ ജെത്രോ ദ ട്രൂത്ത്. യത്രോവിനോട് ആ സത്യം പറയുവാൻ ഉള്ള ആ ഒരു പരാജയം ആണ് മോശയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നാം കാണുന്നത് മോശ തൻ്റെ അമ്മായപ്പൻ്റെ അടുക്കലേക്ക് ചെന്നു, അവൻ യാത്ര പുറപ്പെട്ടു. ഇവിടെ നാം കാണുന്നത് ആ കത്തിക്കൊണ്ടിരിക്കുന്ന ആ മുൾപ്പടർപ്പിൻ്റെ തീ അണഞ്ഞു. വലിയവനായ ദൈവത്തിൻ്റെ വാക്കുകൾ ആ മരുഭൂമിയിൽ കേൾക്കുന്നില്ല, അതും നിശബ്ദമായി. ആ സമയത്ത് മോശയ്ക്ക് ഒരു തീരുമാനത്തിലേക്ക് അവൻ വന്നു. അവൻ ആ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും എന്ന്. ഇവിടെ നാം കാണുന്നത് മോശ ആ മുൾപ്പടർപ്പിനെ കണ്ട് അവൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുകയും അത് അവൻ അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇനി ഒന്നും അവന് ചിന്തിക്കുവാനായിട്ട് ഇല്ല. അവൻ ആ കാര്യം ചെയ്യുവാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. മോശ ഈ തീരുമാനമെടുത്ത് പോകുന്നതായ സമയത്ത് മോശയുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്നതായ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ ആ വിളിയുടെ ആ മഹത്വം, ഈജിപ്തിലേക്ക് അടുത്ത് ചെല്ലുന്നതും, അതുപോലെ തന്നെ ഈജിപ്തിൽ തൻ്റെ പിന്നാലെ വരുന്നതും, ആ ചെങ്കടൽ രണ്ടായി വിഭാഗിക്കുന്നതും, ആ വിജയത്തിൻ്റെ പാട്ടുകൾ പാടുന്നതും, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുന്നതും, സ്വർഗത്തിൽ നിന്ന് മന്ന വരുന്നതും, അതുപോലെ തന്നെ പ്രാർത്ഥനയിലൂടെ യുദ്ധം ചെയ്യുന്നതും, മൗണ്ട് സിനായിലുള്ളതായ ആ കാഴ്ചകളും, ആ ദൈവത്തിൻ്റെ ശബ്ദം സ്വർഗത്തിൽ നിന്ന് വരുന്നതും, ആ കൽപ്പലകളിൽ തൻ്റെ അത് എഴുതി കൊടുത്തതും, അതുപോലെ തന്നെ സ്വർണ്ണക്കാളയെ ഉണ്ടാക്കിയതും, ടാബർനാക്കള് സമാഗമന കൂട ഉണ്ടാക്കുന്നത്, അങ്ങനെ ഇങ്ങനെയുള്ളതായ പല രീതിയിലുള്ളതായ കാര്യങ്ങൾ എത്രയോ നാളുകൾ തന്നെ അവൻ നടത്തി. ആ പിസ്ഗാ മലയുടെ മുകളിൽ ചെന്ന് തൻ്റെ അവസാനം, അതുപോലെ തന്നെ ആ മൗണ്ടിൽ, ആ രൂപാന്തര മലയിൽ താൻ കർത്താവിനോട് കൂടെ ആയിരിക്കുന്നത്. ഈ സമയത്ത് ഇതൊന്നും അവന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ജീവിതത്തിൻ്റെ ആ വിളി കേട്ട് പുറപ്പെട്ടത് മുഖാന്തരമായിട്ട് തൻ്റെ ജീവിതത്തിൽ എത്രയോ അത്ഭുതങ്ങളാണ് വിശ്വാസത്തോടുകൂടെ നടന്നത്.
പ്രിയ വിശ്വാസികളെ, നാമും ദൈവത്തിൻ്റെ വചനം കേട്ട് നാം ദൈവത്തോട് സംശയം ചോദിക്കാതെ, ദൈവത്തോട് പിറുപിറുക്കാതെ അത് മുഴുവനായി നാം അംഗീകരിച്ച് കഴിയുമ്പോൾ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ വൻകാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇവിടെ ചെന്ന് തൻ്റെ ആ പിതാവിനോട് ചോദിക്കുകയാണ്, ഞാൻ ഇവിടെ നിന്ന് പോകട്ടെ. മോശ ഇവിടെ നല്ല ഒരു സത്യത്തിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരിക്കലും വലിയവനായ ദൈവത്തിൻ്റെ വിളി കേൾക്കുന്നതായ സമയത്ത് നാം നമ്മുടെ ഉദ്യോഗസ്ഥരെ, അല്ലെങ്കിൽ നാം ആരുടെ കീഴിൽ ജോലി ചെയ്യുന്നുവോ അവരെ ഒരിക്കലും നിഗ്ലക്റ്റ് ചെയ്യരുത്. ഇവിടെ നാം കാണുന്നത്, വേണമെങ്കിൽ ദൈവത്തിൻ്റെ ഇത്ര വലിയ ആ നിയോഗം തനിക്ക് ലഭിച്ചു, തൻ്റെ അമ്മായിപ്പനോട് പറയാതെ വേണമെങ്കിൽ പോകാമായിരുന്നു. എന്നാൽ അതല്ല, തന്നെ ഏൽപ്പിച്ച, ഭൂമിയിൽ ഏൽപ്പിച്ചിരിക്കുന്നതായ കർത്തവ്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്യുന്നവനായിരുന്നു. അപ്പോൾ ദൈവത്തോടും നാം നീതി പുലർത്തുന്നവരായിരിക്കണം, മനുഷ്യരോടും നാം നീതി പുലർത്തുന്നവർ ആയിരിക്കണം എന്നുള്ള ഒരു തത്വമാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം നമ്മെ വിളിക്കുന്നതായ സമയത്ത് ഒരിക്കലും മാനുഷികമായ രീതിയിലുള്ളതായ ആ മറ്റുള്ളവരോടുള്ള കാഴ്ചപ്പാടും, അതുപോലെ തന്നെ മറ്റുള്ളവരെ നാം ആദരിക്കാതിരിക്കുന്നതും ഒരിക്കലും മാറ്റിക്കളയരുത്. നാം ആ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. നാം നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് നാം അധീനതപ്പെട്ട് ഇരിക്കണം എന്നുള്ളതായ ഒരു കാര്യവും ഇവിടെ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ വീണ്ടൊരു കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഈ തൻ്റെ അമ്മായിപ്പനോട് കാര്യങ്ങൾ ചെന്ന് പറയുമ്പോൾ അവൻ ഉള്ളത് ക്ലിയറായിട്ട് പറയുന്നില്ല. അനേക സത്യങ്ങൾ അവൻ മറച്ചു വച്ചിരിക്കുകയാണ്. അവൻ പറയുന്നത്, ഞാൻ വെറുതെ പോയി സഹോദരങ്ങളെ ഒന്ന് കാണട്ടെ. എന്നാൽ അതല്ലായിരുന്നു അവിടെ നടന്നത്. അവന് വേണമെങ്കിൽ ദൈവം അവനെ പ്രത്യക്ഷനായതും ദൈവം വിളിച്ചതും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും ഒക്കെ അവന് വിവരിച്ച് പറയാമായിരുന്നു. എന്നാൽ ആ കാര്യങ്ങൾ അവൻ ചെയ്തില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് അവനവൻ്റെ വിശ്വാസത്തിൽ അവൻ തോറ്റവനായിരുന്നു. രണ്ടാമതായിട്ട് അവന് വിസമ്മതം ഉള്ളവനായിരുന്നു. ഇവിടെ നാം കാണുന്നത്, ദൈവം കാണിച്ച കാര്യങ്ങൾ തൻ്റെ പിതാവിനോട് അല്ലെങ്കിൽ തൻ്റെ അമ്മായപ്പനോട് പറയാതെ മാറ്റി നിർത്തുന്ന അനുഭവം. പ്രിയ വിശ്വാസികളെ, ദൈവം നമ്മെ വിളിച്ചു, വേർതിരിച്ചു. ആ കാര്യങ്ങൾ നാം നമ്മുടെ അവിശ്വാസികളായ കൂട്ടുകാരോടും ഭവനത്തിലുള്ളവരോടും ഒക്കെ പറയേണ്ട ഒരു വലിയ ജോലി നമുക്ക് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ പലപ്പോഴും നാം അത് മറച്ചു വെക്കുന്ന അനുഭവം ഉണ്ടാകാറുണ്ട്. വേറൊരു രീതിയിൽ നമുക്ക് ചിന്തിച്ചാൽ, ചിലപ്പോൾ മോശ ഇവിടെ ഇരുന്നത് ആ മിദ്യാനിയിലെ പുരോഹിതനായ തൻ്റെ അമ്മായപ്പന് അത് ചിലപ്പോൾ വിശ്വസിച്ചില്ല എന്ന് ഉള്ള ഒരു ചിന്താഗതി കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും അവൻ പറഞ്ഞത്. യോഹന്നാൻ്റെ സുവിശേഷം 4:44 നാം ഇപ്രകാരം കാണുന്നുണ്ട്. ദൈവം അവിടെ പറയുകയാണ്, പ്രവാചകന്മാരെ അവരുടെ സ്വന്തം ദേശത്ത് അവർക്ക് ബഹുമതി ഇല്ലാത്തവരാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ദൈവം കാണിച്ച കാര്യങ്ങൾ താൻ അവരോട് പറയുന്ന സമയത്ത് അവർ വിശ്വസിക്കാതിരിക്കുമല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയാണ്. എന്നാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ പറയുന്നവരായിരിക്കണം. റോമാലേഖനം 1:16 നാം കാണുന്നത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് ദൈവത്തിൻ്റെ ശക്തിയാണ്, എല്ലാവരും അത് വിശ്വസിക്കണം, ആദ്യമേ യഹൂദനും പിന്നെ യവനനും. ഇതായിരിക്കണം നമ്മുടെയും ഒരു ചിന്ത. ദൈവത്തിൻ്റെ വചനം, ദൈവം കാണിക്കുന്നതായ ആ മഹത്വം, അല്ലെങ്കിൽ ദൈവം കാണിക്കുന്നതായ ആ മിറാക്കിള് നാം എത്ര പേരോട് ഷെയർ ചെയ്യുന്നുണ്ട്, എത്ര കുടുംബത്തോട് നാം ഷെയർ ചെയ്യുന്നുണ്ട്, എത്ര നമ്മുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതായ കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ മോശ ചെന്ന് തൻ്റെ പിതാവിനോട് പെർമിഷൻ ചോദിക്കുന്നു. എന്നാൽ ആ കാര്യങ്ങൾ മൊത്തമായിട്ട്, ദൈവം തന്നോട് ചെയ്ത കാര്യങ്ങൾ മൊത്തമായിട്ട് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. പ്രിയ വിശ്വാസികളെ, നാമും ദൈവസന്നിധിയിലായിരിക്കുന്നതായ സമയത്ത് നമ്മുടെ ജീവിതത്തിലുള്ളതായ കാര്യങ്ങൾ, നാം അനുഭവിക്കുന്നതായ മഹത്വം,
അത് മറ്റുള്ളവർ കാണണം, മറ്റുള്ളവരോട് നാം അത് പറയുന്നവരായിരിക്കണം. അങ്ങനെയുള്ള ഒരു ചിന്താഗതിയോടുകൂടെ ദൈവം നമ്മളെ വിടുവിച്ചു, ദൈവം നമ്മളെ അത്ഭുതകരമായി വിടുവിച്ചു. ആ വിടുതലിൻ്റെ സാക്ഷ്യം നമുക്ക് മറ്റുള്ളവരോട് പറയുവാൻ ഈ വാക്കുകൾ മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.